മലപ്പുറം കൂട്ടുകളിൽ 3 വയസ്സുകാരിയെ കോട്ടക്കൽ 3 വയസ്സുകാരിയെ തെരുവുനായ ആക്രമിച്ച സംഭവത്തിൽ കോട്ടക്കൽ നഗരസഭയ്ക്ക് മുന്നിൽ സത്യഗ്രഹം ഇരിക്കുകയാണ് കുട്ടിയുടെ പിതാവ്. നീതി നിഷേധിച്ചെന്ന് ആരോപിച്ചാണ് പിതാവ് സ്വാലിഹിന്റെ സൂചനാ സത്യഗ്രഹം. ഈ മാസം 17-നായിരുന്നു 3 വയസ്സുകാരിക്കെതിരെയുള്ള തെരുവുനായയുടെ ആക്രമണം. ആ ദൃശ്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് കാണാം. ഗൂഗിൾ കെ വേണുഗോപാൽ ചേരുന്നു. ഗൂഗിൾ ഉറപ്പായും ഞെട്ടലുണ്ടാക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. ഞെട്ടലുണ്ടാക്കുന്ന ദൃശ്യം നമ്മൾ ആദ്യമായി കാണുന്നതുമല്ല. ഈ ദിവസങ്ങളിൽ വല്ലാതെ ആ ദൃശ്യങ്ങൾ, കുഞ്ഞുങ്ങളെ പട്ടികൾ ഓടിച്ചിടുന്നതും കുഞ്ഞുങ്ങൾ കരയുന്നതും അവരുടെ ഒരുപക്ഷെ ജീവിതകാലത്തേക്ക് മുഴുവനുള്ള ട്രോമ കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. പട്ടികടിയുടെ പരിക്കിനേക്കാളൊക്കെ. പിതാവ് സ്വാലിഹ് പറയുന്നത് എന്താണ്? ഹാഷ്മി സ്മിത, കഴിഞ്ഞ 17-നായിരുന്നു ഇത്തരത്തിലൊരു അക്രമം നടന്നത്. വീടിന് മുൻപിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു 3 വയസ്സുകാരി കുട്ടി. കോട്ടക്കൽ പണിക്കർക്കുണ്ടിന് അടുത്താണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. ആ കുട്ടിയുടെ മാതാവ്, അമ്മ ഓടി വന്നതിന് ശേഷം മാത്രമാണ് ആ കുട്ടിയെ രക്ഷിക്കാൻ സാധിച്ചത്. കുട്ടിയുടെ ശരീരത്തിൽ 10ഓളം മുറിവുകൾ ഉണ്ടായിരുന്നു. തലയുടെ പിൻഭാഗത്തും കൈക്കുമൊക്കെ മുറിവ് പറ്റി. അതിന്റെ ഭാഗമായിട്ട് കുട്ടിയുടെ പിതാവ് പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തി കോട്ടക്കൽ നഗരസഭാ കാര്യാലയത്തിൽ നേരിട്ടെത്തി സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നു. പ്രധാനപ്പെട്ട ഒരു കാര്യം, മലപ്പുറം ജില്ലയിൽ ഒരു ABC സെന്റർ ഇല്ല എന്നുള്ളതാണ്. കേരളത്തിലാകെ 17 കേന്ദ്രങ്ങൾ മാത്രമാണുള്ളത്. എന്നാൽ മലപ്പുറം ജില്ലയിൽ അത്തരത്തിലൊരു കേന്ദ്രങ്ങൾ ഇല്ല. അടിക്കടി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് പ്രതിഷേധവുമായിട്ട് ആ 3 വയസ്സുകാരി കുട്ടിയുടെ പിതാവ് സ്വാലിഹ് രംഗത്തെത്തിയത്. നേരത്തെ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുനിസിപ്പൽ സെക്രട്ടറിക്ക് ഒരു പരാതി നൽകിയിരുന്നു. അതിൽ നടപടി ഉണ്ടായില്ല. പിന്നീടാണ് ഇപ്പോൾ അദ്ദേഹം പ്രത്യക്ഷ സമരവുമായി രംഗത്തെത്തിയത്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. എന്തൊക്കെയാണ് നിങ്ങളുടെ ആവശ്യം? എൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഒന്ന്, നഗരസഭയിലെ തെരുവുനായ ശല്യം വളരെ രൂക്ഷമായിട്ട് കൂടിയിട്ടുണ്ട്. ഞാൻ സമീപ ദിവസങ്ങളിൽ എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഞാൻ അതിൻ്റെ ഫോട്ടോസും ഞാനിതിൻ്റെ പിറകിൽ തന്നെ ആയിരുന്നു ഇത്രയും ദിവസങ്ങളിൽ. മാത്രമല്ല, വീഡിയോ എടുക്കാത്ത ഒരു പ്രധാന സാഹചര്യം, ഈ കോട്ടക്കൽ പരിസരത്ത് സൂപ്പി ബസാറിലെ ഒരു വീട്ടിൽ ഡൈനിങ് ഹാളിൻ്റെ ഉള്ളിലെ കോണിപ്പടിക്ക് ഉള്ളിൽ ആ വീട്ടുകാർ പോലും അറിയാതെ നായ കയറി ഇരിക്കേണ്ട സാഹചര്യം. ആ നായ മേത്തൊക്കെ ആകെ മുറികൾ, തമ്മിൽ ആക്രമിച്ചിട്ടുള്ള മുറികൾ. ഇവിടെ കാണുന്ന അധിക നായ്ക്കളുടെയും മേത്ത് മുറികളുണ്ട്, തമ്മിൽ ആക്രമിച്ചിട്ട്. അക്രമകാരികളായ തെരുവുനായകളാണുള്ളത്. അക്രമകാരികളല്ലാത്ത തെരുവുനായകളെ ഉണ്ടാവും. അതിൽ അക്രമകാരികളായ തെരുവുനായകളെ ഉന്മൂലനം ചെയ്യണം. അല്ല, നഗരസഭാ അധികാരികൾ എന്താണ് പറയുന്നത്? നഗരസഭാ അധികാരികൾ, സെക്രട്ടറിക്ക് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ ദിവസമായിട്ടും സെക്രട്ടറി എന്നെ ബന്ധപ്പെട്ടിട്ടില്ല. ഭരണസമിതി ചെയർപേഴ്സണ് പരാതി കിട്ടിയ ഉടനെ എൻ്റെ വീട്ടിൽ വരികയും വീട്ടിൽ എൻ്റെ കുട്ടിക്ക് ആശ്വസിപ്പിക്കുകയും കുട്ടിക്ക് സമ്മാനം നൽകുകയൊക്കെ ചെയ്തു. അത് കുട്ടിക്ക് വലിയ ആശ്വാസമായിട്ടൊക്കെ ഉണ്ട്. എന്നോട് ചികിത്സാ സഹായം അനുവദിക്കാം എന്നും പറഞ്ഞിട്ടുണ്ട്. ചികിത്സാ സഹായം എനിക്ക് വേണ്ട എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കുട്ടിനെ ചികിത്സിക്കേണ്ട ഉത്തരവാദിത്വം നഗരസഭയ്ക്കല്ല. നേരെ മറിച്ച് എനിക്ക് കോമ്പൻസേഷനാണ് വേണ്ടത്. കോമ്പൻസേഷനാണ് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ കോമ്പൻസേഷൻ നൽകുന്നത് വരെ ഞാൻ ഈ പോരാട്ടത്തിലുണ്ടാകും. ഇതേ നിലയിൽ തന്നെയായിരിക്കും. നേരത്തെ ഒരു തുക ആവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടറിക്ക് കത്ത് നൽകി. അതിലൊരു തീരുമാനമാവുന്നില്ല. ഇപ്പോൾ നഗരസഭയുടെ മുന്നിലേക്ക് വരികയാണ്. ഇവിടെയും ഒരു തീരുമാനമായില്ലെങ്കിൽ നിങ്ങൾ ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് പോകുക? മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനും അതുപോലെ തന്നെ ഇതിൻ്റെ മേൽ ഉദ്യോഗസ്ഥരായിട്ട് ബന്ധപ്പെടാനും പോരാട്ടങ്ങൾ മറ്റു രീതികളിലേക്ക് മാറ്റാനുമാണ് എൻ്റെ തീരുമാനം. ഞാൻ ഈ നഗരസഭയിൽ ഉള്ള ഇത്തരം അക്രമങ്ങൾ, റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത അക്രമങ്ങളും റിപ്പോർട്ട് ചെയ്ത അക്രമങ്ങളുണ്ട്, അതിൻ്റെ ഡാറ്റ ശേഖരിക്കുന്നുണ്ട്. പലരും നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ചിലരൊക്കെ സർക്കാർ ആശുപത്രികളിൽ പോകാതെ തന്നെ ചികിത്സ തേടിയവരൊക്കെ എൻ്റെ ഫേസ്ബുക്കിൽ കമൻ്റ് അടിച്ചിട്ടുണ്ട്. ഡാറ്റ കളക്ട് ചെയ്ത് ഒന്നിച്ചിട്ടുള്ള പ്രക്ഷോഭത്തിലേക്ക് പോകും. ഇത് സർക്കാർ ഒരു നിയമം കൊണ്ടുവരുന്നത് വരെ ഈ രീതിയിൽ മുന്നോട്ട് പോകും. കാരണം അത്രയും രൂക്ഷമായ തെരുവുനായ ശല്യമാണ് ഇത്. മദ്രസയിലേക്കൊക്കെ രാവിലെ കുട്ടികൾക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് ഈ കാര്യങ്ങൾ. ആ രക്ഷിതാക്കളൊക്കെ കൂടെ പോകുന്ന അവസ്ഥയിലേക്കാണ്. പഴയ കാലത്ത് കൂടുതൽ കുട്ടികൾ ഉണ്ടായിരുന്ന രക്ഷിതാക്കൾക്ക് ഇല്ലാത്തൊരു ബുദ്ധിമുട്ട് 1-2 കുട്ടികളുടെ രക്ഷിതാക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എൻ്റെ കാര്യത്തിൽ എൻ്റെ കുട്ടിയെ കടിച്ചു എന്നുള്ളതാണ്. നാളെ ഇവിടെ മറ്റുള്ളവരുടെ, നാളെ ഏത് കുട്ടിയെ കടിച്ചാലും വേദന നമുക്കുണ്ടാവുമല്ലോ. അപ്പോൾ അത് വല്ലാത്ത വേദനയാണ്. പ്രത്യേകിച്ച് നമ്മളെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരാണ്. പട്ടി ഓടിക്കുക, അത് കടിക്കുക, അതുണ്ടാക്കുന്ന ട്രോമ, ആ ദൃശ്യങ്ങൾ കാണേണ്ടി വരുന്ന വേദന, അതൊരു പിതാവിൻ്റെ വേദന. അത് പ്രതിഷേധ വഴിയിലേക്ക് ഇറങ്ങുകയാണ്. നാളെ ഒരു കുട്ടിക്ക് ഉണ്ടാവരുത് എന്ന നല്ല ഉദ്ദേശത്തിൽ പറയുന്നതാണ്. എന്തായാലും പറയുന്നൊക്കെ ഉള്ളതാണ്. ഈ പറയുന്ന പട്ടി ഓടിച്ചിട്ട് കടിക്കുന്ന ദൃശ്യങ്ങൾ, അതെ, അത് കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാതെ വേദനയാണ്. അപ്പൊ അച്ഛന്റെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കാം. അപ്പൊ ആ പോരാട്ടത്തിന് എല്ലാവിധ ഐക്യദാർഢ്യം അറിയിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.